നമുക്കിനി മറ്റൊരു പ്രധാന സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്സ്. രാജ്യസഭാ എംപിയും അമിതാഭ് ബച്ചന്റെ ഭാര്യയും നടിയുമായ ജയാ ബച്ചൻ ഇന്ന് അവരുടെ സെൽഫി എടുക്കാനായി ഒരാൾ വന്നപ്പോൾ അയാളോട് പെരുമാറിയ കാഴ്ചകളാണ് ഇന്നത്തെ വൈറൽ കട്ട്സ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. പാർലമെന്റ് മന്ദിരത്തിന് മുൻപിലായിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരാളുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരാൾ സെൽഫി എടുക്കാൻ വരുന്നു, ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞാണ് അയാളോട് വളരെ മോശമായി ജയാ ബച്ചൻ പെരുമാറിയത്. തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്കറിയാം, സമാജ്വാദി പാർട്ടിയുടെ MP കൂടിയാണ് ജയാ ബച്ചൻ എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം മോശം പെരുമാറ്റങ്ങളിൽ ജയാ ബച്ചൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് ഏറ്റവും പ്രധാനമായി വൈറലായ ദൃശ്യങ്ങളാണ്. അയ്യപ്പ സംഗമത്തിന് സർക്കാർ. സർക്കാർ സംഘടിപ്പിക്കുന്ന അഖില ലോക അയ്യപ്പ സംഗമത്തിനെതിരെ BJP. അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാരിനും മന്ത്രിക്കും എന്ത് അവകാശമെന്നാണ് BJPയുടെ ചോദ്യം. BJP നേതാവ് കുമ്മനം രാജശേഖരനാണ് ഈ വിഷയം മുന്നോട്ട് വച്ചത്. അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ വനിതാ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് ആരോപണം. അടുത്ത മാസം പകുതിയോടെ അയ്യപ്പ സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. BV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയെ ആഗോള ആത്മീയ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടുകൂടി അഖില ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ശബരിമലയിലെ മത സൌഹാർദ്ദ നിലപാടുകൾ ലോകത്തിനു മുമ്പിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. അതിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. ഇത് വനിതാ ആക്ടിവിസ്റ്റുകളെ, ബിന്ദു അമ്മിണിയെ പോലുള്ള വനിതാ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് BJPയുടെ ആരോപണം. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നത്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന സമയത്തും അത്തരത്തിൽ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. നേരത്തെ ബിന്ദു അമ്മിണി ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് അത് ആയുധമാക്കിയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ കുമ്മനം രാജശേഖരനും BJPയും രംഗത്ത് വരുന്നത്. ശബരിമലയിൽ ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കാൻ എന്താണ് മന്ത്രിക്ക് അധികാരം? മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന മന്ത്രി എങ്ങനെയാണ് ഒരു മതത്തിന്റെ പേരിൽ മാത്രം ഇത്തരം സംഗമം നടത്തുന്ന ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നു. സർക്കാരിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങളിൽ വലിയ സംശയം ഉണ്ട് എന്നാണ് BJPയുടെ ആരോപണം. ഈ സംഗമത്തിനെതിരല്ല തങ്ങൾ, പക്ഷേ ഇതിന്റെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകളെ, സ്ത്രീകളെ അടക്കം അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ഗുരുതരമായ ആരോപണവും BJP ഉന്നയിക്കുന്നുണ്ട്. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാകില്ല, പമ്പ വരെ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനം. ഇതിൽ 3000-ഓളം സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തും പുറത്തുമായി 3000-ഓളം വിശിഷ്ട വ്യക്തികളെ, ഭക്തരായ വ്യക്തികളടക്കം പങ്കെടുപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അവരുടെ സ്ത്രീകളുടെ സാന്നിധ്യം പമ്പ വരെ ആയി പരിമിതപ്പെടുത്തുന്നതിന് മുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുമെന്നും സർക്കാർ പറയുന്നു. പക്ഷേ വലിയ സംശയദൃഷ്ടിയോടുകൂടിയാണ് BJP ഇതിനെ കാണുന്നത്. മന്ത്രിയോട് 10 ചോദ്യങ്ങളാണ് കുമ്മനം രാജശേഖരൻ ചോദിച്ചത്. ഇതുമായി മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ ശബരിമല സമരകാലത്തെടുത്ത കേസുകളൊക്കെ പിൻവലിക്കണമെന്ന ആവശ്യം വിവിധ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ വിവാദങ്ങളൊക്കെ കണ്ടിലും നടിച്ചുകൊണ്ട് സർക്കാർ അഖില ലോക അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോവുകയാണ്. സെപ്റ്റംബർ പകുതിയോടുകൂടി 16 തീയതി നട തുറക്കും കന്നിമാസ പൂജകൾക്കായി. അതിനു പിന്നാലെ ഈ 5 ദിവസത്തിനുള്ളിൽ ഈ സംഗമം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന് പുറത്തുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കടക്കം ക്ഷണമുണ്ടാകും. അങ്ങനെ നേരത്തെ ശബരിമല വിഷയത്തിൽ നിലപാട് വലിയ തിരിച്ചടിയായി CPM മാറിയിരുന്നു. അതുകൂടി മറികടക്കാനും ഹൈന്ദവ സമൂഹത്തെ, അയ്യപ്പ ഭക്തരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ഒരു രാഷ്ട്രീയ ലക്ഷ്യവും സർക്കാരിനും CPM-നും ഇതിലുണ്ട്.